സസ്നേഹമായ നമസ്കാരം. രത്നാകരൻ എന്ന ഒരു കഥാപാത്രത്തെ നമ്മൾ എല്ലാവരും പരിചയപ്പെട്ടിട്ടുള്ളതാണ്. വാൽമീകിയുടെ ചരിതം പറയുന്ന സമയത്ത് ബ്രഹ്മാണ്ഡ പുരാണത്തിലും സ്കന്ദപുരാണത്തിലും പറയുന്ന ഈ പുരാണ കഥയെ നാം പറയാറുണ്ട്. എന്താണ് രത്നാകരന്റെ ചരിതം എന്നുള്ളത്? രത്നാകരൻ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കാട്ടാളനാണ്. ആ വഴിയിലൂടെ വരുന്നവരെ പിടിച്ചു കെട്ടിയും കൊന്നും അവരുടെ കയ്യിലുള്ളതെല്ലാം തട്ടിയെടുത്ത് കുടുംബ ജീവിതം പുലർത്തിപ്പോന്ന ഒരു കാടത്തമുള്ളവനാണ് രത്നാകരൻ. ഒരു ദിവസം രത്നാകരന്റെ മുന്നിൽ സപ്തർഷികളായിട്ടുള്ള പുലസ്ത്യനും പുലഹനും വസിഷ്ഠനും ക്രതുവും തുടങ്ങി ആ സപ്തർഷികൾ വന്നു ചേരുമ്പോൾ സാധാരണ പോലെ അവരുടെ മുന്നിലും തന്റെ കയ്യിലുള്ള ആയുധം ഉപയോഗിച്ച് അവരെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവരോട് കയ്യിലുള്ളതെല്ലാം തരാൻ പറയുന്നു. തങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് അന്നാന്നത്തെ ജീവിതത്തിനു വേണ്ടിയോ അന്നത്തിനു വേണ്ടിയോ ആഭരണങ്ങൾക്ക് വേണ്ടിയോ മുന്നിൽ നിൽക്കുന്നവനെ കണ്ട മാത്രയിൽ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ് എന്ന് അകക്കണ്ണിൽ തന്നെ ഒരു വ്യക്തിയുടെ അഷ്ടൈശ്വര്യ മഹിമകളെല്ലാം മനസ്സിലാകുന്ന ഭാരതത്തിന്റെ ഗുരുപരമ്പരയിൽപ്പെട്ട ഋഷിമാർക്ക് മനസ്സിലായി. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ സംസ്കാരമനുസരിച്ച് അദ്ദേഹം കുറ്റങ്ങൾ മാത്രം ചെയ്യുന്നവനായി, അധർമ്മം മാത്രം ചെയ്യുന്നവനായി. അങ്ങനെയുള്ള അദ്ദേഹത്തെ ഒരു പരിവർത്തനം നടത്തണം എന്നവർക്ക് മനസ്സിലായി. മനസ്സിൽ സംസ്കാരം നടത്തണം, സംസ്കരണം നടത്തണം എന്നവർക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കൊള്ളുന്ന തരത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചു. നീ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ, അധർമ്മം ചെയ്താൽ നിന്റെ ഈ അധർമ്മമൊക്കെ നീ തന്നെ അനുഭവിക്കുമോ, അതോ നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി നീ ചെയ്യുന്നത് കൊണ്ട് അവരും അത് പങ്കിട്ടെടുക്കുമോ എന്ന് ചോദിച്ചു. ചോദ്യം കേട്ട മാത്രയിൽ അതുവരെ അറിയാതെ പോലും ചിന്തിക്കാത്ത ആ രത്നാകരൻ അന്ന് ആദ്യമായി ചിന്തിച്ചു. ഉത്തരം എന്തു പറയുമെന്നറിയാതെ നിന്നപ്പോൾ മാമുനിമാർ പറഞ്ഞു, വീട്ടിൽ ചെന്ന് ഭാര്യയോടും മക്കളോടും ചോദിക്കൂ. തന്നോട് പറഞ്ഞ ഉടനെ തന്നെ അവരെ വിശ്വസിച്ചുകൊണ്ട് രത്നാകരൻ വീട്ടിലേക്ക് ഓടി. ഇവിടെ നാം ശ്രദ്ധിക്കണം, സാധാരണ രത്നാകരനെ കണ്ടാൽ മറ്റുള്ളവർ ഓടുകയാണ് പതിവ്. ഇതാദ്യമായി രത്നാകരൻ ഓടി. രത്നാകരന് ലോകത്തിൽ ആരെയും വിശ്വാസമില്ലായിരുന്നു. അദ്ദേഹം ആദ്യമായി ഈ സപ്തർഷികളെ വിശ്വസിച്ചു. രത്നാകരൻ ഒരാളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരുന്നില്ല. ജീവിതത്തിൽ ആദ്യമായി ഒരു ചോദ്യത്തിന് ഉത്തരം പറയുവാൻ വേണ്ടി അദ്ദേഹം വീട്ടിലേക്ക് ഓടുന്നു. ഓടിച്ചെന്ന് വീട്ടിൽ ആജ്ഞാപിച്ച് മാത്രം ശീലമുള്ള രത്നാകരൻ അന്ന് ആദ്യമായി അവരുടെ മുന്നിൽ അപേക്ഷിച്ചു. അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിക്കണം, അത് പങ്കിട്ടെടുക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞതോടുകൂടി മനസ്സിൽ പശ്ചാത്താപം കൊണ്ട്, വിഷമം കൊണ്ട്, സങ്കടം കൊണ്ട് അദ്ദേഹം തിരിച്ച് കണ്ണു നിറഞ്ഞ് കരഞ്ഞുകൊണ്ട് പശ്ചാത്താപ വിവശനായി അദ്ദേഹം മാമുനിമാരുടെ സമീപത്തെത്തിച്ചേർന്നു. ആദ്യമായി രത്നാകരൻ ജീവിതത്തിൽ ഇതാ ചിന്തിച്ചിരിക്കുന്നു, അദ്ദേഹം കരഞ്ഞിരിക്കുന്നു. ഉടനെ തന്നെ മാമുനിമാരുടെ മുന്നിൽ സാഷ്ടാംഗം വീണു. മാമുനിമാർ പറഞ്ഞുകൊടുത്ത നാമവും ജപിച്ചിരുന്ന് തന്റെ ജീവിതത്തിൽ ചെയ്ത അസുരവാസനകളെ മുഴുവൻ ഇല്ലാതാക്കി തന്റെ ഉള്ളിൽ ദേവത്വം വളർത്തിയ മഹാവ്യക്തിത്വമായി മാറിയ രത്നാകരന്റെ ചരിതം നാം കേട്ടിട്ടുണ്ട്. ഈ ചരിതം എഴുതപ്പെട്ടത് വാൽമീകി രാമായണം എഴുതിയതിനു ശേഷം, വാൽമീകി ജനിച്ചതിനു ശേഷം 4500 വർഷങ്ങൾക്ക് ശേഷമാണ്. 4500 വർഷങ്ങൾക്ക് ശേഷം അതിനു മുൻപ് ജീവിച്ചിരുന്ന വ്യക്തി ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിന്റെ ആ യുക്തിയില്ലായ്മ നാം മനസ്സിലാക്കണം. വാൽമീകിയുടെ ജീവചരിതമായിട്ടല്ല. ഒരു വ്യക്തി എത്ര അധപ്പതിച്ചു പോയാലും അവൻ ഉയരുവാനുള്ള സാധ്യതകളുണ്ട്. നല്ല ഗുരുനാഥന്റെ സാമീപ്യം കിട്ടിയാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദേവബലം വർദ്ധിപ്പിക്കാൻ സാധിക്കും. സ്വാഭാവികമായും അസുരഭാവം കുറയും. അങ്ങനെ ദേവത്വമുള്ള ഒരു വ്യക്തിത്വത്തെ ഉണ്ടാക്കുവാനായി ഗുരുനാഥന്മാരെ നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു കഥ നമ്മുടെ മുന്നിൽ തരുന്ന കുറെ അധികം ജീവിത മൂല്യങ്ങളുണ്ട്. ഒരു വ്യക്തിക്ക് എത്ര അധപ്പതിച്ചാലും ഉയരാനുള്ള സാധ്യതകളുണ്ട്. ഒരു വ്യക്തി ശരിയായ വിധത്തിൽ പ്രായശ്ചിത്ത കർമ്മം ചെയ്ത് ജീവിതത്തെ ഉയർത്താനുള്ള സാധ്യതകളുണ്ട്. നല്ല ഗുരുനാഥനിലൂടെ ഏതൊരു വ്യക്തിക്കും ഉയരാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ ഇന്നലകളല്ല നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നത്, ഇന്നുകളാണ്. അതുകൊണ്ട് ഇന്നത്തെ ജീവിതത്തിൽ നന്മ ചെയ്താൽ നമുക്ക് ഇനിയും ഇനിയും ഉയരാം. ഇങ്ങനെയുള്ള ഒരു കഥാഭാഗം നമുക്ക് സമ്മാനിച്ച ഈ ഒരു പുരാണ കഥയെ വാൽമീകി മാമുനിയുടെ ജീവചരിത്രമായിട്ടല്ല നാം പഠിക്കേണ്ടത്, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയരാനുള്ള സാധ്യതകളെ കുറിച്ചാണ്.
നമ്മുടെ സമൂഹത്തിൽ അത്തരം വ്യക്തികളുടെ മുന്നിൽ ഈ ചരിതം പറഞ്ഞുകൊണ്ട് അവർക്കുയരാനുള്ള സാധ്യതകളെ ഓർമ്മപ്പെടുത്തി നമുക്ക് രത്നാകരന്റെ ഈ ചരിതത്തെ വേണ്ട വിധത്തിൽ വായിച്ചു മനസ്സിലാക്കി ഉയരുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.